ഡാനിയൽ സാറ് ഭൂമിയിൽ എവിടെയും ഏത് മുക്കിനും മൂലയിലും യമുനെ സെർച്ച് ചെയ്യും. ഇവിടെ ഒഴിച്ച് ഈ താവളം പറഞ്ഞതിന് രാമേട്ടനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. പാവം ഇപ്പൊ എവിടെയാണോ ആവോ. എന്നാലും വിശാൽ ഒരുപാട് സൂക്ഷിക്കണം. ആരെയും വിശ്വസിക്കാത്തവനയാൾ, പുറമെ ചിരിച്ചുകൊണ്ട് അകമേ പല്ലിഞ്ഞിരിക്കുന്നവൻ. യമുനമോള് പറഞ്ഞത് നേരാ മോനെ, സൂക്ഷിക്കണം. സംശയത്തിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ മതി, നശിപ്പിച്ചു കളയോ അയാള്. എനിക്കറിയാം ചേട്ടത്തെ, എന്ന് വെച്ച് പേടിച്ചൊതുങ്ങിയിരുന്നെങ്കിൽ ഈ പാവത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുമായിരുന്നോ? സത്യത്തിൽ യമുന ഹൗസ് അറസ്റ്റിലാണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. മറക്കില്ല വിശാൽ, മരിക്കുന്നവരെ മറക്കില്ല. മരിച്ച ശേഷവും മറക്കരുത്. ആത്മാവായി പറന്നു വന്ന് താങ്ക് യു വിശാൽ എന്ന് പറയണം. കേട്ടോ? ഏറ്റു, 100 വട്ടം ഏറ്റു. മോനെ, എത്ര വലിയ കാര്യമാണ് മോൻ ചെയ്തത്. മോനില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കാര്യങ്ങള്? നമുക്കിങ്ങനെ സമാധാനത്തോടെ വർത്തമാനം പറയാൻ ഒക്കുമായിരുന്നോ? മോനെ, കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ എടുത്തു വെക്കാം. അതെ, യമുനക്ക് എന്തെങ്കിലും കൊടുക്ക്. പാവൻ ടെൻഷൻ കയറി കുറച്ചു ദിവസമായിട്ട് പട്ടിണിയില്ല. അപ്പൊ വിശാലിന് വേണ്ടേ? ഞാൻ തടവറയിലായിരുന്നില്ലല്ലോ. അത് പറ്റിയില്ല. രണ്ടുപേരും അകത്തോട്ട് എന്ന് വയറ് നിറച്ച് കഴിക്കണം. ചെല്ലു മോനെ. അതിനൊക്കെ ഇനി സമയമുണ്ട് ഏട്ടത്തെ. ഞാൻ ഇപ്പൊ സ്ഥലം വിടുന്നതാണ് ബുദ്ധി. നിസ്സാരനല്ല ഡാനിയൽ. ഞാൻ പോയിട്ട് പിന്നെ വരാം. വിശാൽ, എന്താടോ? എനിക്ക് പേടി തോന്നുന്നു. ഞാനുള്ളപ്പോഴോ? ധൈര്യമായിരിക്കടോ. നീതിയും ദൈവവും നമ്മുടെ പക്ഷത്താ. പോയി ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങ. സ്വീറ്റ് ഡ്രീംസ്. പിന്നെ ഞാൻ ഉടനെ വരാം തനിക്കുള്ള ഡ്രസ്സുമായിട്ട്. ഓക്കെ? വൃത്തികെട്ട ശവം. ഒരിക്കൽ ഇതുപോലെ നീ എന്നെ പറ്റിച്ചതാ. ഇപ്പോ വീണ്ടും. ഇനി നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ ഡാനിയൽ സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അവളെ എങ്ങനെ രക്ഷപ്പെട്ടു? ഒക്കെ അവള് മുൻകൂട്ടി പ്ലാൻ ചെയ്തോണ്ടായിരുന്നു സാറേ. എന്നെ സാറ് വിശ്വസിക്കണം. ഒരിക്കലും തിന്ന ചോറിന് സരസമ്മ നന്ദികേട് കാണിക്കില്ല. വാചകം വേണ്ട. ഇരുന്ന ഇരിപ്പില് പെട്ടെന്ന് ഡോറ് തുറന്ന് അവൾ ഓടുകയായിരുന്നു സാർ. അവൾ ഓടുന്നതെന്ന് നോക്കി നീ കാറിലിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഞാനും പുറകെ ഓടി, ഒരുപാട് ദൂരെ ഓടി. പക്ഷേ അത്രയും വലിയ ട്രാഫിക്കിന്റെ ഇടയില് അവൾ എങ്ങോട്ട് പോയിന്ന് കണ്ടുപിടിക്കാൻ ഒത്തില്ല സാറേ. ഇത് പറയാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. വെറുതെ വിടില്ല നിന്നെ ഞാൻ. നിന്റെ കയ്യിൽ നിന്ന് പോയ ആ ബിച്ചിനെ നീ തന്നെ കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവരണം. 24 മണിക്കൂറിനുള്ളിൽ. ഇല്ലെങ്കിൽ ഈ കഴുത്തിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അയ്യോ, എന്നെ കൊല്ലല്ലേ ഡാനിയൽ സാറേ. എങ്കിൽ അവളെ പോയി കണ്ടുപിടിച്ചോണ്ട് വാ. കൊണ്ടുവരാം. പക്ഷേ ഈ സിറ്റിയില് അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് എങ്ങനെ അറിയും സാറേ? ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. മതിയോ? അത് മതി സാർ. തെരുവിലൊക്കെ തെണ്ടിപ്പറക്കി നടന്ന നിന്നെ വേദവും നീ രക്ഷിച്ച് കിടക്കാനിടവും 3 നേരം ആഹാരവും പൊസിഷനും ഒക്കെ തന്നിട്ട് നീ എനിക്ക് തന്നെ പാരവയ്ക്കുകയാണല്ലേ? ഒരൊറ്റ സെക്കൻഡ് മതി നിന്റെ കഥ കഴിക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ ഡാനിയൽ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്തു പറ്റി സാർ? പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഹോട്ടലിൽ ആളെത്തില്ലല്ലോ. എത്തില്ല. എന്തു പറ്റി സാർ? അവൾ പോയി. എങ്ങോട്ട്? അവൾ രക്ഷപ്പെട്ടു പോയിന്ന് മനസ്സിലായില്ലേ? ആ ബിച്ച് ഡാനിയലിനെ ഫോളാക്കിയിട്ട് കടന്നു കളഞ്ഞെന്ന്. മൈ ഗോഡ്, ആകെ പ്രശ്നമല്ല സാർ. ഇനി എന്തു ചെയ്യും? അവിടെ അയാൾ ആകെ ദേഷ്യപ്പെട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അയാളെ നമ്മൾ ചതിച്ചു എന്നും പറഞ്ഞു.
യമുന എന്തിനാ സർ ഈ കടുങ്കൈ കാണിച്ചത്? അത് താൻ അവളോട് പോയി ചോദിക്ക്. ചതി, നന്ദികേട്, ഇതൊക്കെയല്ലേ നമ്മളെ രക്ഷിക്കുന്നവരോട് നമുക്ക് ചെയ്യാനൊക്കൂ. താൻ അടക്കമുള്ളവരുടെ സ്വഭാവത്തെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഞാനോ? എന്താ സർ ഇങ്ങനെയൊക്കെ? എത്രയോ വർഷമായി ഞാൻ സാറിന്റെ കൂടെ നിൽക്കുന്നു. ഇന്നുവരെ ആ ആ, മതി മതി. പിന്നെ സർ, അയാളെ ചതിച്ചുകൊണ്ട് ഇനി ഡോക്യുമെന്റ്സിൽ ഒപ്പിടില്ലെന്നാ പറയുന്നത്. എങ്ങനെയെങ്കിലും യമുനയെ സംഘടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഓൾ പ്രോജക്റ്റ് വെള്ളത്തിലാണ് സർ. വൻ നഷ്ടം ഉണ്ടാവും. അറിയാം. ഡാനിയലിനെ നഷ്ടത്തിലാക്കിയിട്ട് അവൾ രക്ഷപ്പെട്ടിരിക്കുകയാടോ. പക്ഷെ അവൾ രക്ഷപ്പെടുമോ? എവിടം വരെ അവൾ പോകും? ഏത് മാളത്തിൽ പോയി ഒളിക്കും? എത്ര നാൾ ഒളിക്കും? സർ, അയാളോട് ഞാൻ എന്തു പറയണം? ഒപ്പ് അവൻ ഒപ്പിടണ്ട. ലെറ്റ് ഹിം ഗോ ടു ഹെൽ. പിന്നെ നഷ്ടത്തിന്റെ കാര്യമല്ലേ? നഷ്ടങ്ങളുടെ നെറുകയിൽ ചവിട്ടിയാണ് ഡാനിയൽ ഇവിടം വരെ എത്തിയത്. ഡാനിയൽ ഒരു മജീഷ്യനാണോ? നഷ്ടങ്ങളെ മുഴുവൻ ലാഭമാക്കി മാറ്റാനേ ഡാനിയലിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കഴിയും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളെ കിട്ടണം. നമ്മുടെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് അവളെ താൻ പിടികൂടണം. ഈ കാൽ ചുവട്ടിൽ എത്തിക്കണം. പറ്റുമോ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം സർ. നോ, കൊണ്ടുവരണം. ഇവിടെ, ഈ കാൽക്കൽ. ഓക്കെ? ഓക്കെ സർ. പോയിക്കൊള്ളൂ. ഹലോ, കേരളഭൂമിയല്ലേ? ഒരു ന്യൂസ് ഉണ്ട്. സ്കൂപ്പ്. പ്രശസ്ത നടി യമുനയെ കാണാനില്ല. അതെ, ഫിലിം സ്റ്റാർ യമുന ഈസ് മിസ്സിംഗ്. ഹലോ, ജനപദമല്ലേ? ഒരു ന്യൂസ് ഉണ്ട്. ഫിലിം സ്റ്റാർ യമുനയെ കാണാനില്ല. അതെനിക്കറിയില്ല. നിങ്ങൾ പ്രൊഡ്യൂസർ ഡാനിയലിനെ വിളിച്ചു ചോദിക്കുക. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അയാൾക്ക് തരാൻ കഴിഞ്ഞേക്കും. ഓക്കെ. ഹലോ. ആ, ഡാനിയലാ? അതെ, ഫിലിം സ്റ്റാർ യമുനയെ കാണാനില്ലെന്ന വാർത്ത ശരിയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ, അതങ്ങനെയാ. ഹലോ. ന്യൂസ് മാഗസീനോ? എന്താ നിങ്ങൾക്കറിയേണ്ടത്? യെസ്, വാർത്ത ശരിയാണ്. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങൾ VTV നിന്നാണ്. സിനിമാ താരം യമുനയുടെ തിരോധാനത്തെക്കുറിച്ച് അറിയാനാണ്. നോ, സ്റ്റോപ്പ്. സ്വിച്ച് ഓഫ് ദി ക്യാമറ. ഓഫ് ചെയ്തേക്ക്. സിനിമാ താരം യമുനയുടെ തിരോധാനം അല്ലേ? സോറി, എനിക്കൊന്നും അറിയില്ല. എന്ന് പറഞ്ഞ ശരിയാവൂ സാർ? കേട്ടിടത്തോളം യമുനയുടെ ഗോഡ്ഫാദർ സാറായിരുന്നില്ലേ? എന്ന് ഞാനും കേട്ടിരുന്നു. അതിൽ സത്യമില്ലെന്നാണോ സാർ പറയുന്നത്? അതിനുത്തരം പറയേണ്ടത് ആ ഫിലിം സ്റ്റാർ ആണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കുണ്ടായിരുന്നോ സാർ? സൗന്ദര്യമില്ലാത്തവനാണ് ഞാൻ. ആ സ്ഥിതിക്ക് സൗന്ദര്യപ്പിണക്കത്തിന് റിലവൻസേ ഇല്ല. സാറിന്റെ റിയാക്ഷൻ ശരിയാകുന്നില്ലല്ലോ സാർ. ഇനിയും ചോദിച്ചാൽ റിയാക്ഷൻ ഇതിലും ബോറാവും. നിങ്ങൾ പോണം, വേഗം പോണം. വാ.
കമിൻ. എന്തു വേണം? മിസ്റ്റർ ഡാനിയലിന് എന്നെ മനസ്സിലായാലും തോന്നുന്നു. ഐ എം പ്രൊഡ്യൂസർ ജോബ് നെട്ടിശ്ശേരി. യമുന ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പടത്തിലാണ്. യമുന ഇല്ലാത്തത് കാരണം ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഐ മസ്റ്റ് സി യമുന. അതിന് ഇവിടെ അല്ല വരേണ്ടത്. എങ്കിൽ എവിടെയാണെന്ന് പറയൂ, ഞാൻ അവിടെ പോയി കണ്ടോളാം. ഓഹോ, അങ്ങനെയാണോ? ലുക്ക് മിസ്റ്റർ ഡാനിയൽ, ബീങ് എ പ്രൊഡ്യൂസർ നിങ്ങൾക്കറിയാലോ എത്ര ലക്ഷങ്ങളാ എനിക്ക് നഷ്ടം വരികയെന്ന്. അതിന് ഞാൻ എന്ത് വേണമെന്ന് പറയൂ. യമുന എനിക്ക് വിട്ടുതരണം, തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് പടം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. താൻ ഫിനിഷ് ചെയ്യണ്ട. എന്ത് വർത്തമാനാ മിസ്റ്റർ ഡാനിയൽ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്തു പറയണം? യമുനയെ വിട്ടുതരണം. ദേ ഈ പോക്കറ്റിലുണ്ട്, ടേക്കർ, എടുക്കടോ. ഡാനിയൽ, യമുന എവിടെ ഉണ്ടെന്ന് തനിക്കറിയാം. അവളെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ച് ബാർഗെയിൻ ചെയ്യാനാണ് തന്റെ ഭാവമെങ്കിൽ അത് നടക്കില്ല. ഈ ജോബിനോട് വേണ്ട കളി. ബ്ലഡി റാസ്കൽ, ഡാനിയലിന്റെ വീട്ടിനകത്ത് വന്ന് നിന്ന് കുരയ്ക്കുന്നോ? ഒരു പ്രൊഡ്യൂസർ, ഇറങ്ങണ പുറത്ത്. ഞാൻ കാണിച്ചു തരാം, ജോബ് ആരാണെന്ന് കാണിച്ചു തരാം. യു യെസ്. പ്രതീക്ഷിച്ചില്ല അല്ലേ? സാർ ഇവിടെ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ അസൗകര്യമായോ? എന്താ സാർ ഇങ്ങനെയൊക്കെ? സാറ് വരുന്നത് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു അന്തസ്സല്ലേ? ഇരിക്കണേ സാർ. നോ താങ്ക്സ്. ഓൾറെഡി എന്നെ ഇരുത്തിയിരിക്കല്ലേ. സാറെന്താ അങ്ങനെ പറഞ്ഞേ? ആരാ സാറിനെ തനിക്കറിയില്ലേ? ഛേ, മോശം. ഒരു പത്രപ്രവർത്തകനായിട്ട് ഇത്രയും എക്സ്പ്ലോസീവ് ആയ ഒരു വാർത്ത അറിഞ്ഞില്ലെന്ന് വെച്ചാൽ വളരെ മോശം. അല്ല, സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. യമുന എന്നൊരു സിനിമാ താരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവളെ കാണാനില്ല. നല്ല വാർത്തയല്ലേ? ഞാൻ കേട്ടു സാർ. ഞാൻ വിവരങ്ങൾ അറിയാൻ സാറിനെ കാണാൻ വരാതിരിക്കായിരുന്നു. ഓ, അപ്പൊ എന്റെ ഈ വരവ് നന്നായല്ലേ? അല്ല, എങ്ങനെയാണ് സാർ യമുന? ചോദ്യം എന്നോടോ? ഞാൻ അങ്ങോട്ടല്ലേ അത് ചോദിക്കേണ്ടത്. നീ തന്നെ പറയൂ. എവിടെ അവൾ? സാർ, ഞാൻ അതെ, നീ തന്നെ. നീ അറിയാതെ ആ ബിച്ച് എവിടെയും പോവില്ല. നിന്റെ ബുദ്ധി ഉപയോഗിക്കാതെ അവൾക്ക് എന്റെ കസ്റ്റഡിയിൽ നിന്ന് മുങ്ങാനും ആവില്ല. സാറിന്റെ സംശയം സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ശരിയാ. പക്ഷെ അതിനകത്ത് ഒരു അംശം പോലും സത്യമല്ല സാർ. യമുന എന്റെ നല്ല സുഹൃത്താണെന്നുള്ളത് ശരിയാ. ഒരു നടി എന്ന നിലയിൽ യമുനയുടെ വളർച്ചയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ സാർ. അതിനപ്പുറം ഒന്നുമില്ല സാർ. സാറിന് യമുനയോടുള്ള കെയറിനെയും സ്നേഹത്തിന്റെയും ഡെപ്ത് കുറേയൊക്കെ അറിയാവുന്നവരാണ് ഞാൻ. യമുന ഇന്നത്തെ ഹൈറ്റിൽ എത്താനുള്ള കാരണം മറ്റാരുമല്ലെന്നും എനിക്കറിയാം. പിന്നെന്തിനാണ് സാർ ഞാൻ സാറിനെ ചതിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഈ നിമിഷം വരെ. ഇനി ഒരിക്കലും ചിന്തിക്കുകയില്ല. പിന്നെ യമുന ഓടിപ്പോയതിൽ എനിക്കത്ര അത്ഭുതമൊന്നുമില്ല സാർ. ഒരിക്കൽ സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നവളല്ലേ അവൾ. ആ പാരമ്പര്യം തുടരുന്നു, അത്രേ ഉള്ളൂ. നിനക്ക് വളരെ നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷെ ഈ വാചകത്തിൽ ഡാനിയൽ വീഴുമെന്ന് വിചാരിച്ചാൽ നിനക്ക് തെറ്റി മോനെ. ഡാനിയലിന്റെ ശരിയായ മുഖം മോൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ അത്രയും സത്യമാ. അത് വിശ്വാസമായില്ലെങ്കിൽ സാറിന് എന്നെ എന്തും ചെയ്യാം. യമുനെ കണ്ടെത്തേണ്ടത് സാറിന്റെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടിയാ. സാറിന് വേണ്ടി ഞാൻ അതിനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു. സാറ് വിശ്വസിക്കില്ല, ബട്ട് ഇറ്റ്സ് എ ട്രൂത്ത്. ഒരു പത്രപ്രവർത്തകന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് സാർ. കണ്ടുകിട്ടിയാൽ ആ നിമിഷം ഞാൻ അവളെ സാറിന് മുമ്പിലെത്തിക്കും. അവൾ രക്ഷപ്പെട്ടത് മരണത്തിലേക്കാണെങ്കിൽ നല്ലത്. അല്ലെങ്കിലും അവൾക്ക് കിട്ടുന്നത് മരണമായിരിക്കും. അത് ഞാൻ കൊടുക്കും. അവൾക്ക് മാത്രമല്ല, അവളെ രക്ഷിച്ചവർക്കും. വരട്ടെ മോനെ. ശരി സാർ.
പത്രം 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 ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത. പ്രശസ്ത ചലച്ചിത്ര താരം കുമാരി യമുനയെ കാണാനില്ല. ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത. പത്രം പത്രം ഇന്നത്തെ പത്രം വായിക്കൂ. പ്രശസ്ത ചലച്ചിത്ര താരം കുമാരി യമുനയെ കാണാനില്ല. ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത. പത്രം പത്രം പത്രം. പ്രശസ്ത ചലച്ചിത്ര താരം കുമാരി യമുനയെ കാണാനില്ല. ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത. കുമാരി യമുനയെ കാണാനില്ല. പ്രശസ്ത ചലച്ചിത്ര താരം കുമാരി യമുനയെ കാണാനില്ല. പത്രം പത്രം.